ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന ഒരു വിവരം കൂടി പ്രേക്ഷകരെ അറിയിക്കാം. 2 പേർക്ക് കൂടി സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഏത് ജില്ലയിൽ നിന്നുള്ളവരാണ് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. 2 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു എന്നുള്ള വിവരം മാത്രമാണ് പുറത്തു വരുന്നത്. മിഥില ബാലൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. മിഥില, എവിടെയുള്ളവരാണ്? ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ് മിഥില? രാജ്യത്തെ ഏറ്റവും ഒടുവിൽ സംസ്ഥാനത്ത് ഇപ്പോൾ 2 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു എന്ന വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. മലപ്പുറം സ്വദേശിയായ 10 വയസ്സുകാരി, ആ 10 വയസ്സുകാരി ഇന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. മറ്റൊന്ന് രാമനാട്ടുകര സ്വദേശിയായ 30 വയസ്സുകാരിക്കാണ്. ഇതിൽ മലപ്പുറം സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. അതേസമയം തന്നെ രാമനാട്ടുകര സ്വദേശിയായ 30 വയസ്സുകാരി കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് നിലവിൽ ചികിത്സയിലുള്ളത്. രജിത്ത്, ഈ മിഥില, ഈ ചികിത്സയിലുള്ള മറ്റുള്ളവരുടെ ആരോഗ്യനില സംബന്ധിച്ചൊക്കെ ആശ്വാസകരം എന്ന് വിലയിരുത്താവുന്ന തരത്തിലാണോ വിവരങ്ങൾ വരുന്നത്? രജിത്ത്, നിലവിൽ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ഒരാളുടെ നില ഗുരുതരമാണ്. വയനാട് സ്വദേശിയായ ഒരു രോഗിയുടെ അവസ്ഥയാണ് ഇപ്പോൾ ഗുരുതരമായി തുടരുന്നത്. അതേസമയം തന്നെ മറ്റുള്ള ആളുകളുടെ എല്ലാം തന്നെ ആരോഗ്യനില തൃപ്തികരം എന്ന വിവരം തന്നെയാണ് ആശുപത്രിയിൽ നിന്നും ലഭ്യമായിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ള, അതായത് ഇന്നിപ്പോൾ രോഗം സ്ഥിരീകരിച്ച ആളുടെ ആരോഗ്യനില നമുക്ക് അല്പസമയത്തിനകം അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമായിട്ടുള്ള വിവരം എന്നത് 2 പേർക്ക് കൂടി സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചു എന്നത് തന്നെയാണ്. ശരി, 2 പേർക്ക് കൂടി സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഒന്ന് മലപ്പുറം സ്വദേശിയാണ്, മറ്റൊന്ന് രാമനാട്ടുകര സ്വദേശിയാണ്. ഈ 2 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ചികിത്സയിലുണ്ട് നിരവധി പേർ. അതിൽ ഒരാളുടെ ആരോഗ്യനില അല്പം ഗുരുതരമാണ് എന്നുള്ളതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം. മിഥില ബാലൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.